ഉടലിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും വ്യത്യസ്തമായ രണ്ട് ഭാവങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഇന്ദ്രൻസ് മാജിക് ടച്ചുള്ള ഒരു ചിത്രമാണ് ഉടൽ. ഇന്ദ്രൻസ്, ധ്യാൻ ശ്രീനിവാസൻ, ദുർഗാകൃഷ്ണ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2022 റിലീസ് ചെയ്ത മലയാളം ത്രില്ലർ ചിത്രമാണ് ഉടൽ. കിടപ്പുരോഗിയായ അമ്മായിയമ്മയെ നോക്കി മടുക്കുന്ന മരുമകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കൊലപാതകം ചെയ്യുകയും അത് മറയ്ക്കാൻ അവൾ ചെയ്യുന്ന മൃഗീയമായ ചില ശ്രമങ്ങളുമൊക്കെയാണ് ഉടലിന്റെ പ്രമേയം. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. ചിത്രത്തിന്റെ തുടക്കത്തിൽ വലിയൊരു പറമ്പിന്റെ നടുവിലായി ഒറ്റപ്പെട്ട ഒരു വലിയ ബംഗ്ലാവാണ് കാണിക്കുന്നത്. ശേഷം ആ വീടിനുള്ളിൽ നിന്നും പുറത്തേക്കുള്ള ഒരു പൈപ്പിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്തവും കാണിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ആ വീട്ടിലെ മരുമകളായ ഷൈനിയെയാണ്. അവൾ തന്റെ കാമുകൻ കിരണുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ അമ്മായിയപ്പൻ കുട്ടിച്ചായനും 5 വർഷമായി കിടപ്പുരോഗിയായ അമ്മായിയമ്മയും ഷൈനിയുടെ ചെറിയ ഒരു മകനുമാണ് താമസിക്കുന്നത്. ഷൈനിയുടെ ഭർത്താവ് റെജി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു. 1-2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ വീട്ടിൽ വന്നു പോകുന്നതാണ് റെജിയുടെ പതിവ്. കൊറോണ കാലമായതുകൊണ്ട് തന്നെ റെജിയുടെ വരവും വളരെ കുറവാണ്. അമ്മായിയമ്മ കിടപ്പിലായിട്ട് 4-5 വർഷങ്ങളായിരുന്നു. ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് ആ വീട്ടുജോലികൾ ചെയ്യേണ്ടി വരുന്നതിൻ്റെയും അമ്മായിയമ്മയെ പരിപാലിക്കേണ്ടി വരുന്നതിൻ്റെയും ഒക്കെ ഒരു ഫ്രസ്ട്രേഷനിലാണ് ഷൈനി. അമ്മായിയമ്മ കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നത് കൊണ്ട് തന്നെ വീടിനുള്ളിലും പരിസരത്തും എപ്പോഴും വിസർജ്യത്തിൻ്റെ സ്മെൽ നിലനിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ പുറംപണിക്കും മറ്റുമായി വരുന്നവർ പോലും ആ വീട്ടിൽ നിന്നും ഇത്തിരി വെള്ളം കുടിക്കാൻ പോലും മടിക്കുന്നു. അമ്മായിയമ്മയെ ഷൈനിക്ക് നോക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അവരെ നോക്കാനായി ഒരു ഹോം നഴ്സിനെ വച്ചിട്ടുണ്ട്. റീന എന്നാണ് ഹോം നഴ്സിൻ്റെ പേര്. ഒരുപാട് കാലങ്ങളായി കിടന്നതുകൊണ്ട് തന്നെ അവരുടെ ദേഹമൊക്കെ പൊട്ടിത്തുടങ്ങിയിരുന്നു. അമ്മച്ചി ഉപയോഗിച്ച തുണി വരെ ഷൈനി ആ ഹോം നഴ്സിനെ കൊണ്ട് പറമ്പിലിട്ട് കത്തിച്ചു കളയുകയാണ് പതിവ്. റീന അമ്മച്ചിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി കിടത്തിയിരിക്കുന്നിടത്തേക്ക് കുട്ടിച്ചൻ വന്ന് അമ്മച്ചിയോട് കുശലം പറയുന്നു. പ്രായവും രോഗവുമൊക്കെ കടന്നുള്ള പ്രണയമാണ് കുട്ടിച്ചന് ഇപ്പോഴും അമ്മച്ചിയോട്. ഷൈനി എപ്പോഴും കിരണുമായി ഫോണിൽ സല്ലപിച്ചുകൊണ്ടേയിരിക്കും. കുളിക്കാൻ കയറുന്ന ഷൈനി വീഡിയോ കോൾ ചെയ്ത് കിരണുമായിട്ട് സംസാരിക്കുന്നു. രാത്രി കിരണും ഫ്രണ്ട് സമതുമായി വെള്ളമടിച്ചിരിക്കുമ്പോൾ ഷൈനിയുമായുള്ള ബന്ധം വളരെ അപകടമാണ്. ആരെങ്കിലും നാട്ടിലറിഞ്ഞാൽ നാണം കെടും. അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും വേണമെന്നൊക്കെ സമദ് കിരണിനോട് പറയുന്നു. രാത്രി പ്രാർത്ഥന കഴിയുന്ന സമയം എനിക്ക് നാളെ രാവിലെ വീട്ടിൽ പോകണമെന്ന് റീന ഷൈനിയോട് പറയും. ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഷൈനി ചോദിക്കുമ്പോൾ കൊറോണ 3ാം തരംഗമാണ്. ഇനിയും വല്ല ലോക്ക്ഡൗണും വന്നാൽ ഞാൻ ഇവിടെ പെട്ടുപോകും ഷൈനി. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകണം. എന്ത് വന്നാലും നാളെ രാവിലെ ഞാൻ പോകുമെന്ന് റീന പറയുന്നു. അതിന് ഷൈനി റീനയോട് ദേഷ്യപ്പെടുകയും ചെയ്യും. ഇതെല്ലാം അകത്തിരുന്ന് കുട്ടിച്ചനും കേൾക്കുന്നുണ്ട്. ഒരു കണ്ണിന് കാഴ്ചയും അല്പം കേൾവിക്കുറവുമുണ്ട് കുട്ടിച്ചന്. റീന അങ്ങനെ അന്നു വരെ നിന്നതിന്റെ കാശും വാങ്ങി പോകുന്നു. ശേഷം വീട്ടുജോലികളും അമ്മച്ചിയെ വൃത്തിയാക്കലും എല്ലാം ഷൈനിയുടെ തലയിലേക്ക് വരുന്നു. അമ്മച്ചിയെ കുളിപ്പിക്കാനും വൃത്തിയാക്കാനും ഒക്കെ കുട്ടിച്ചനും ഷൈനിയോടൊപ്പം കൂടാറുണ്ട്. ഷൈനിക്ക് എപ്പോഴും തന്റെ ശരീരത്തിൽ പോലും ആ അമ്മച്ചിയുടെ ദുർഗന്ധമാണ് എന്നൊരു തോന്നലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് തൃപ്തിയായി വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും ഷൈനിക്ക് കഴിയുന്നില്ല. എന്നാൽ ഇതൊന്നും കുട്ടിച്ചന് പ്രശ്നമല്ല. അയാൾ അപ്പോഴും ഭാര്യയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടിച്ചൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടിച്ച മുറിയിൽ വന്നിരുന്ന് ഷൈനി ഒരു കഷ്ണം ബ്രെഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ ഭർത്താവായ റെജി അവളെ ഫോൺ ചെയ്യും. എത്രയും പെട്ടെന്ന് വീട്ടിൽ ജോലിക്ക് നിർത്താൻ ഒരു ഹോം നഴ്സിനെ സെറ്റാക്കാനൊക്കെ ഷൈനി അയാളോട് പറയുന്നു. ഈ കൊറോണ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എവിടെ പോയി ഞാൻ ജോലിക്കാരിയെ ഉണ്ടാക്കുമെന്നൊക്കെ റെജി അവളോട് ചോദിക്കും. അങ്ങനെ ആ സീൻ കട്ടായി ഷൈനിയും കിരണും അടുത്തതായി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഭർത്താവിൻ്റെ അവഗണനയും വീട്ടിലെ അവസ്ഥയും എല്ലാം ചേർന്ന് ആകെ വട്ടുപിടിച്ച അവസ്ഥയിലാണ് ഷൈനി. നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ ഷൈനി കിരണിനോട് ചോദിക്കുന്നു. പിറ്റേന്ന് രാവിലെ പാലിയേറ്റീവ് കെയറിൽ നിന്ന് ഒരു നേഴ്സ് വന്ന് അമ്മച്ചിയെ നോക്കിയിട്ട് അവസ്ഥ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഷൈനിയോട് പറയും. എന്നെക്കൊണ്ട് ഇത്രേ പറ്റുമെന്ന് ഷൈനിയും അവരോട് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഷൈനി കുട്ടിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോകുന്നു. കുട്ടിച്ചനോട് യാത്ര പറഞ്ഞു ഷൈനിയും കുട്ടിയും വീട്ടിൽ നിന്നും ഇറങ്ങും. പോകും വഴി താനിന്ന് കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടുകയാണെന്ന് കിരണിനെ വിളിച്ച് ഷൈനി പറയുന്നു. എങ്കിൽ നീ തിരികെ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് കിരൺ അവിടെ കവലയിലുള്ള ഒരു ചെറിയ കടയിലേക്ക് ചെല്ലുന്നു. അവിടെ സമതും കുറച്ച് നാട്ടുകാരായ ചെറുപ്പക്കാരുമൊക്കെ ചേർന്നിരുന്ന് സംസാരിക്കുകയാണ്. കിരണും അങ്ങനെ അവരോടൊപ്പം കൂടുന്നു. അതേസമയം അതുവഴി ഷൈനിയുടെ കാറ് പാസ് ചെയ്തു പോകുന്നുണ്ട്. ഇത് കാണുന്ന ആ ചെറുപ്പക്കാരിലൊരാൾ അവളൊരു അടാറ് ചരക്കാണ്. കഴിഞ്ഞ തവണ സേവിച്ചൻ ലീവിന് വന്നപ്പോൾ എല്ലാ ദിവസവും രാത്രി ഇവളെ കാണാൻ പോകാറുണ്ടായിരുന്നു. ഞാനാണ് കൊണ്ടുവിട്ടിരുന്നതും വിളിച്ചോണ്ട് പോരുന്നതും. അവളുടെ വീടിന്റെ പുറകിലെ മാവിൽ കൂടി
മുകളിൽ കയറി വെന്റിലേഷൻ വഴിയാണ് അകത്ത് കയറിക്കൊണ്ടിരുന്നത് എന്നൊക്കെ അവൻ പറയുന്നു. ഇത് മാത്രമല്ല, അവൾക്ക് വേറെയും പല പരിപാടികളുണ്ടെന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് കിരണിന് ദേഷ്യം വരും. കഴിഞ്ഞ 7-8 മാസമായി ഞാൻ സ്ഥിരം അവിടെ പോകാറുള്ളതാണ്. പിന്നിവൻ എന്തായി പറയുന്നതെന്നൊക്കെ കിരൺ ചോദിക്കുമ്പോൾ അവൻ ചുമ്മാ ഓരോന്ന് ഉണ്ടാക്കി പറയുന്നതാണ്. നീ കാര്യമാക്കണ്ടേ എന്ന് സമദ് കിരണിനോട് പറയുന്നു. അന്ന് രാത്രി സമദുമായി ഷൈനിയുടെ വീട്ടിൽ പോകാൻ കിരൺ പ്ലാൻ ചെയ്യും. എന്നും കിരണിനെ ഷൈനിയുടെ വീട്ടിൽ കൊണ്ടാക്കുന്നത് സമദായിരുന്നു. പതിവ് പോലെ അന്നും രാത്രി സമദ് ബൈക്കിൽ കിരണിനെ ഷൈനിയുടെ വീടിനടുത്തായി കൊണ്ടുവിടും. അവൻ നേരെ വീടിന്റെ പിൻവാതിൽ തുറന്ന് അകത്ത് കിടക്കുന്നു. എന്നിട്ട് നേരെ ഷൈനിയുടെ റൂമിലെത്തും. ശേഷം അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടും. എല്ലാം കഴിഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ അവിടെയാകെ പരന്നിരിക്കുന്ന ഒരു ബാഡ് സ്മെല്ലിനെ കുറിച്ച് കിരൺ പറയുന്നു. 3-4 കൊല്ലമായി ഞാൻ ഇതിനകത്ത് കിടന്ന് നരയിക്കുകയാണ്. നിനക്ക് ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ നമുക്ക് ഇന്നിതിവിടെ അവസാനിപ്പിക്കാമെന്നൊക്കെ ഷൈനി പറയും. ഷൈനി ഉദ്ദേശിക്കുന്നത് അമ്മച്ചിയെ കൊല്ലാനാണെന്ന് മനസ്സിലാകുന്നതോടെ കിരൺ എനിക്ക് പേടിയാണെന്ന് അവളോട് പറയും. ഒന്നും പേടിക്കാനില്ല. ഇത്ര കൊല്ലം ഈ പരുവത്തിൽ കിടന്ന അമ്മച്ചി ഒരു ദിവസം രാവിലെ മരിച്ചു കിടന്നാൽ ആരാ സംശയിക്കാൻ പോകുന്നേ? ആരാ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നേ? എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ ധൈര്യപ്പെടുത്തും. അല്പം ഭയത്തോടെയാണെങ്കിലും കിരണും ഷൈനിയോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ നേരെ അമ്മച്ചിയുടെ മുറിയിലെത്തുന്നു. ദേഹത്ത് തൊട്ടാൽ പോലും സ്കിൻ പൊട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു തോർത്ത് നനച്ചുകൊണ്ടുവന്ന് കിരണിന്റെ സഹായത്തോടെ അമ്മച്ചിയുടെ കഴുത്തിന് മുറുക്കാനായി ഷൈനി ശ്രമിക്കുന്നു. ഉറക്കത്തിൽ നിന്നുണരുന്ന അമ്മച്ചി ഇതെല്ലാം അറിയുന്നതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകളിൽ നിന്ന് നീര് പൊടിയുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ അമ്മച്ചിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. ശേഷം തിരികെ റൂമിലെത്തുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന കിരണിനെ കണ്ട് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അമ്മച്ചി മരിച്ചു കിടക്കുന്നതറിഞ്ഞ് ആർക്കും സംശയം തോന്നില്ല. അപ്പച്ചൻ പോലും അവരുടെ മരണത്തിൽ സന്തോഷിക്കുകയേ ഉള്ളൂ. കൊറോണ കാലമായതുകൊണ്ട് തന്നെ അയൽവക്കക്കാർ പോലും ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ പള്ളിയിൽ നിന്നും കുറച്ച് ആളുകളെ വരൂ എന്നൊക്കെ പറയുന്നത് കേട്ട് എല്ലാം കഴിഞ്ഞുവെന്ന് ഉറപ്പല്ലേ എന്ന് കിരൺ സംശയം പറയുന്നു. ഒന്നുകൂടെ ഉറപ്പിക്കാമെന്ന് പറഞ്ഞ് അവർ വീണ്ടും അമ്മച്ചിയുടെ മുറിയിലേക്ക് വരും. ഷൈനി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അമ്മച്ചി ശരിക്കും മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കഴുത്തിൽ മുറുക്കാൻ ഉപയോഗിച്ച തോർത്ത് അവിടെയില്ല, അവരത് എടുത്തിട്ടില്ല എന്നൊക്കെ ഷൈനി ഓർക്കുന്നത്. അതവിടെ കാണാത്തത് കൊണ്ട് രണ്ടാളും ടെൻഷനാകുന്നു. ഇനി മുറിയിലെങ്ങാനും കാണുമോ എന്ന് കരുതി അവർ വേഗം മുറിയിൽ വന്ന് നോക്കുന്നു. എന്നാൽ അവിടെയും തോർത്തില്ലായിരുന്നു. ആകെ വട്ടാകുന്ന ഷൈനി കിരണിനെ തന്റെ മുറിയിലിരുത്തിയിട്ട് നേരെ കുട്ടിച്ചന്റെ മുറിയിലെത്തി നോക്കുന്നു. ആ സമയം കുട്ടിച്ചൻ മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൾ വേഗം അമ്മച്ചിയുടെ മുറിയിൽ വന്ന് ഒന്നുകൂടി നോക്കുമ്പോൾ ബെഡിന് സൈഡിലായി താഴെയായി തോർത്ത് കിടക്കുന്നത് കാണുന്നു. അതോടെ അവൾക്ക് ആശ്വാസമാകും. അതവൾ നേരെ കിരണിനോടും വന്ന് പറയുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് നല്ല ആശ്വാസവും സമാധാനവും തോന്നുന്നത് എന്നവൾ കിരണിനോട് പറയും. എനിക്ക് നീ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റിയത്. ഞാൻ സത്യത്തിൽ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വീണ്ടും ആ ഒരു സന്തോഷത്തിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടും. ഈ സമയം പുറത്ത് ഇരുട്ടത്ത് സമദ് കിരണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ കിരൺ അകത്തോട്ട് കയറിയ വാതിൽ ആരോ പൂട്ടിയിരിക്കുന്നു. കറണ്ട് ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ആരും കാണില്ല. മുൻവശത്തോടെ പോകാൻ പറഞ്ഞ് നോക്കുമ്പോൾ അതും ആരോ പൂട്ടിയിട്ടിരിക്കുകയാണ്. പുറത്തേക്കിറങ്ങാനുള്ള എല്ലാ വാതിലുകളും പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അതോടെ അവർക്ക് മനസ്സിലാകും. ഫ്യൂസ് ആരോ ഊരി മാറ്റിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആകെ പേടിച്ചു പോകുന്ന കിരൺ ആരാ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു. ശരിക്കും ആരാണ് എന്ന് ഷൈനിക്കും മനസ്സിലാകുന്നില്ല. റെജി ഏതായാലും വരാൻ ചാൻസ് ഇല്ല. കുട്ടിച്ചനാണെങ്കിൽ കണ്ണിന് കാഴ്ചയുമില്ല, കേൾവിക്കുറവുമുണ്ട്. പിന്നെ പ്രായത്തിന്റെ അവശതകളും. മറ്റാരോ ആയിരിക്കുമെന്ന് ഷൈനിയും പറയുന്നു. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവർ നോക്കുന്നതിനിടയിൽ തട്ടിൻപുറത്തെന്തോ ഒച്ച കേൾക്കുന്നു. ഷൈനി നേരെ കോണി കയറി മുകളിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും അതിന്റെ വാതിൽ വന്ന് തലക്കടിച്ച് ഷൈനി പടിക്കെട്ടിൽ നിന്നും താഴേക്ക് വീഴുന്നു. അവളുടെ അടുത്തേക്ക് ഓടി വരുന്ന കിരണിന്റെ കാലിൽ എന്തോ വന്നിടിച്ച് അവന്റെ കാലും മുറിയുന്നു. പടിക്കെട്ടിൽ നിന്ന് വീഴുന്ന ഷൈനിയുടെ കൈക്കും തലയ്ക്കും മുറിവേൽക്കുന്നു. അപ്പോഴാണ് ഇതൊക്കെ ചെയ്തത് തീർത്തും അശക്തനാണെന്ന് നമ്മളും അവരും ഒരുപോലെ തെറ്റിദ്ധരിച്ച കുട്ടിച്ചനാണെന്ന് കാണിക്കുന്നത്. ഈ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചെറിയൊരു ഫ്ലാഷ് ബാക്കായി കാണിക്കുന്നു. ഷൈനിയും കിരണും മുറിയിലെത്തി കഴുത്തു ഞെരിച്ച് അമ്മച്ചിയെ കൊന്ന സമയത്ത് എന്തോ ദുസ്വപ്നം കണ്ട് കുട്ടിച്ചൻ ഉണരുന്നുണ്ട്. ഷൈനിയും കിരണും മുറിയിൽ നിന്ന് പോയ ശേഷം അമ്മച്ചിയുടെ മുറിയിലെത്തി അമ്മച്ചിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മച്ചി മരിച്ചതായി കുട്ടിച്ചന് മനസ്സിലാകുന്നു. മുഖത്ത് തൊട്ടു നോക്കുമ്പോൾ അമ്മച്ചി കരഞ്ഞിരുന്നതായി കുട്ടിച്ചന് മനസ്സിലാകും. കഴുത്തിൽ നനഞ്ഞ് തോർത്തു കിടക്കുന്നത് കാണുമ്പോൾ ആരോ കഴുത്തു ഞെരിച്ച് അമ്മച്ചിയെ കൊന്നുവെന്ന് കുട്ടിച്ചൻ തിരിച്ചറിയുന്നു. ആ അവസ്ഥയിലും അമ്മച്ചിയെ അഗാധമായി സ്നേഹിച്ചിരുന്ന കുട്ടിച്ചന് അത് താങ്ങാൻ കഴിയുന്നില്ല. അയാൾ പൊട്ടിക്കരയുന്നു. പെട്ടെന്നാണ് ഇതാരാവും ചെയ്തത് എന്ന ചിന്ത അയാൾക്ക് മനസ്സിൽ വരുന്നത്. കുട്ടിച്ചൻ ഷൈനിയെ വിളിക്കാനായി നേരെ മുറിയുടെ അടുത്തേക്ക് വരുമ്പോൾ അകത്ത് ഷൈനിയും കിരണും തമ്മിൽ സംസാരിക്കുന്നത് കുട്ടിച്ചൻ കേൾക്കും.
മരണം ഉറപ്പിക്കാനായി അവര് മുറിയിൽ നിന്നിറങ്ങിയ സമയം കുട്ടിച്ചൻ അടുത്ത മുറിയിൽ മറഞ്ഞിരിക്കുന്നു. കുട്ടിച്ചൻ ഷൈനിയുടെ മുറിയിൽ വന്ന് പരിശോധിച്ചിരുന്നു. മുറിയിൽ നിന്ന് ഒരു ക്വാണ്ടം കിട്ടുന്നതോടെ ഷൈനിയാണ് ഇതെല്ലാം ചെയ്തതെന്നും അവൾക്ക് കൂട്ടിനായി മറ്റാരോ ഉണ്ടെന്നും അവരുടെ കള്ളത്തരങ്ങളുമെല്ലാം കുട്ടിച്ചന് മനസ്സിലാകുന്നു. ഷൈനി കുട്ടിച്ചന്റെ മുറിയിൽ നോക്കാനായി വരുമെന്ന് മനസ്സിലാകുമ്പോൾ അതിനു മുന്നേ അയാൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അയാൾ വേഗം മൊബൈൽ എടുത്ത് റെജിയെ വിളിക്കും. പതിവില്ലാതെ ഉറക്കത്തിൽ കിടക്കുമ്പോൾ പാതിരാത്രി കുട്ടിച്ചൻ വിളിക്കുന്നത് കൊണ്ട് തന്നെ അമ്മച്ചിക്കോ അപ്പച്ചനോ എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഷൈനിയെ വിളിക്കാമെന്ന് റെജി പറയുന്നു. എന്നാൽ എനിക്കൊരു കുഴപ്പവുമില്ല, അമ്മച്ചിയും സുഖമായി ഉറങ്ങുകയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നീ നാളെ രാവിലെ ഇവിടം വരെ ഒന്ന് വരണമെന്ന് കുട്ടിച്ചൻ പറയും. റെജിയും ശരിയെന്ന് പറയുന്നു. ഈ സമയത്താണ് ഷൈനിയും കിരണും റൂമിൽ രണ്ടാമത് ഇന്റർകോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുട്ടിച്ചൻ രണ്ടിനെയും മനഃപൂർവ്വം ട്രാപ്പിലാക്കുകയായിരുന്നു. വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഈ സമയത്താണ് ഇതെല്ലാം ചെയ്തത് കുട്ടിച്ചനാണെന്ന് ഷൈനിക്കും കിരണിനും മനസ്സിലാകുന്നത്. കുട്ടിച്ചനാണ് ഇതിനു പിന്നിലെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് കുട്ടിച്ചനെയും കൊല്ലാനുള്ള പ്ലാൻ ഷൈനി ഉണ്ടാക്കുന്നു. ഇങ്ങനെ കിടന്ന് നരയിക്കുന്നത് കണ്ട് സഹികെട്ട് അമ്മച്ചിയെയും കൊന്ന് അപ്പച്ചൻ ആത്മഹത്യ ചെയ്തതായി വരുത്തി തീർക്കാം. ഇതായിരുന്നു ഷൈനിയുടെ പ്ലാൻ. ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ കുട്ടിച്ചന്റെ ദേഹത്ത് മുറിവേൽപ്പിക്കരുതെന്നും ഷൈനി കിരണിനോട് പറയുന്നു. ഇത്രയും ചെയ്ത കുട്ടിച്ചൻ രക്ഷപ്പെട്ടാൽ നാളെ താനും കൊടുക്കുമെന്ന് കരുതുന്ന കിരൺ അവളോടൊപ്പം ചേർന്ന് കുട്ടിച്ചനെ കൊല്ലാനായി തീരുമാനിക്കും. ഈ സമയം കുട്ടിച്ചൻ അമ്മച്ചിയെ ഉടുപ്പിക്കാനുള്ള വെള്ള വസ്ത്രങ്ങളെല്ലാം അലമാരിയിൽ നിന്നും എടുക്കുന്നു. ശേഷം ഓരോരോ ട്രാപ്പുകൾ ഉണ്ടാക്കി ഷൈനിയെയും കിരണിനെയും കുട്ടിച്ചൻ നല്ല രീതിയിൽ തന്നെ മുറിവേൽപ്പിക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവർ കുട്ടിച്ചനെയല്ല, മറിച്ച് കുട്ടിച്ചൻ അവരെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന്. കിരണും ഷൈനിയും വന്ന് നോക്കുമ്പോൾ അമ്മച്ചിയെ വെള്ള ഉടുപ്പിച്ച് ഒരുക്കി കിടത്തിയിരിക്കുന്നതാണ് കാണുന്നത്. ശേഷം തന്നെ ഉപദ്രവിക്കാൻ വരുന്ന ഷൈനിയുടെയും കിരണിന്റെയും മുമ്പിൽ കുട്ടിച്ചൻ എങ്ങനെയും പിടിച്ചു നിൽക്കാനായി ശ്രമങ്ങൾ നടത്തും. ശരിക്കും രണ്ടു കൂട്ടരും നിലനിൽപ്പിനു വേണ്ടിയുള്ള ഒരു യുദ്ധത്തിലാണ്. ഒന്ന് ന്യായമായതാണെങ്കിൽ മറ്റേത് അന്യായമായതാണെന്ന് മാത്രം. എന്തു ചെയ്തും ജീവൻ നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കിരണും ഷൈനിയും സ്വയം രക്ഷപ്പെടാനും കുട്ടിച്ചനെ അപായപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരവസരത്തിൽ കിരണിനെ അടിക്കാൻ ശ്രമിക്കുന്ന കുട്ടിച്ചനെ ഷൈനി തലക്കടിച്ച് വീഴ്ത്തുന്നു. എന്നാൽ അതിവിദഗ്ധമായി കുട്ടിച്ചൻ തിരിച്ചു വരും. പക്ഷേ കുട്ടിച്ചന്റെ കൂർമ്മബുദ്ധിയോടെയുള്ള തന്ത്രങ്ങളിൽപ്പെട്ട് ഷൈനിക്ക് അടിപതറും. ഇതൊന്നും അറിയാതെ അപ്പോഴും സമത് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും രക്ഷയില്ലെന്ന് മനസ്സിലാകുന്നതോടെ ഈ കിടക്കുന്ന ശവത്തിനു വേണ്ടിയല്ലേ നീ കാണിക്കുന്നത്? എന്നാൽ നീ വന്ന് കാണ്, ഞാനിതിനെ മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ മുറിയാകെ കിരണിനെ കൊണ്ട് ഷൈനി മണ്ണെണ്ണ ഒഴിപ്പിക്കുന്നു. അതോടെ കുട്ടിച്ചൻ നിസ്സഹായനാകും. മറഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് കുട്ടിച്ചൻ അവർക്ക് മുന്നിലേക്ക് വരുന്നു. അതോടെ ഷൈനിയും കിരണും കുട്ടിച്ചനെ വളരെ മാരകമായി പരിക്കേൽപ്പിക്കുന്നു. ആദ്യമൊന്നും അദ്ദേഹം ക്ഷമാപണം എന്ന പോലെ എല്ലാ തല്ലും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ജീവൻ നഷ്ടമാകും എന്നൊരവസ്ഥ വരുമ്പോൾ തിരിച്ച് പ്രതികരിക്കുന്നു. അത് കുട്ടിച്ചന്റെ ശരിക്കുമുള്ളൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. ഷൈനിയെയും കിരണിനെയും അടിച്ചിട്ട ശേഷം ഒരുവിധ മുറിയിലെത്തുന്ന കുട്ടിച്ചൻ 100 ഡയൽ ചെയ്ത് പോലീസിൽ വിവരമറിയിക്കും. ഇതേ സമയം നന്നേ അവശതയിലായ ഷൈനിയും കിരണും ഇനി നമ്മൾ മാത്രം വിചാരിച്ചാൽ ഈ അവസ്ഥയിൽ കുട്ടിച്ചനെ തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ കൂട്ടുകാരനെ കൂടി വിളിക്കാൻ ഷൈനി കിരണിനോട് പറയുന്നു. കിരൺ അങ്ങനെ സമദിനെ വിളിച്ച് ഞാൻ പെട്ടിരിക്കുകയാണ്, എന്നെ വന്ന് രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറയുന്നു. എന്നാൽ പാഞ്ഞു വരുന്ന സമദിന് അകത്ത് കയറാൻ കഴിയുന്നില്ല. അവനെങ്ങനെ അകത്ത് കടക്കുമെന്ന് കിരൺ ചോദിക്കുമ്പോൾ പുറകുവശത്തെ മാവിലൂടെ മുകളിൽ കയറി വെന്റിലേഷൻ വഴി അകത്തേക്ക് വരാൻ ഷൈനി പറയുന്നു. ഇത് കേൾക്കുമ്പോഴാണ് കവലയിൽ വെച്ചൊരു കൂട്ടുകാരൻ പറഞ്ഞ വിവരം സത്യമാണെന്നും ഷൈനി ഭൂലോക പിഴയാണെന്നും കിരണിന് മനസ്സിലാകുന്നത്. അതോടെ അവന് ഷൈനിയോട് ദേഷ്യം തോന്നുന്നു. അപ്പോഴേക്കും സമദ് അകത്തേക്ക് കയറി വരും. കിരണും ഷൈനിയും ഫുൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നത് കണ്ട് സമദ് ആകെ പേടിച്ചു പോകുന്നു. ഇതെല്ലാം ചെയ്തത് കുട്ടിച്ചനാണെന്ന് കിരൺ സമദിനോട് പറയും. അതേസമയം അവിടെ ബീഡി വലിച്ചു നിൽക്കുന്ന കുട്ടിച്ചന് നേരെ ഒരു വാക്കത്തിയുമായി സമദ് പാഞ്ഞു വരുമെങ്കിലും തറയിലാകെ അതിനോടകം പടർന്നിരുന്ന രക്തത്തിൽ ചവിട്ടി തെറ്റി വീഴുന്ന അവന്റെ കാലിൽ ഒരു കമ്പി തറച്ചു കയറുന്നു. അതോടെ സമദ് ലോക്കായി പോകും. ഈ സമയത്തിനുള്ളിൽ കുട്ടിച്ചൻ സമദിന്റെ തലക്കടിച്ച് അവനെ കൊല്ലും. അങ്ങനെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞെന്ന് മനസ്സിലാകുന്ന ഷൈനി വളരെ നൈസായിട്ട് റെജിയെ ഫോണിൽ വിളിക്കും. എന്നിട്ട് വീട്ടിലാരോ കയറിയിട്ടുണ്ട്, ചാച്ചൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനാകെ പേടിച്ച് മുറിയിൽ കയറി കഥ കടച്ചിരിക്കുകയാണ്. അപ്പുറത്തെ അലക്സിനെ വിളിച്ച് ഒന്ന് വന്ന് നോക്കാൻ പറയാനൊക്കെ അവൾ പറയും. എന്നാൽ അവൾ പറയുന്നത് കേട്ട് അവിടേക്ക് വരുന്ന കിരൺ ഷൈനി തന്നെയും തീർക്കാനുള്ള വഴിയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കി അവളെ തല്ലുന്നു. അവർ തമ്മിൽ അങ്ങനെ അടിയാകും. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അതുവഴി വരുന്ന കുട്ടിച്ചൻ കുറച്ച് മെഴുകുതിരികളുമായി അമ്മച്ചിയുടെ മുറിയിലേക്ക് പോകും. ഷൈനിയെ കീഴ്പ്പെടുത്തിയ ശേഷം കുട്ടിച്ചനെ തീർക്കാനായി കിരൺ ചെല്ലുന്നു. എന്നാൽ വിദഗ്ധമായി കുട്ടിച്ചൻ ഒരു മുറിക്കുള്ളിൽ കയറി
ആ മുറിയിലേക്കുള്ള കതകിന് മുകളിലായി ഒരു ഗ്യാസ് സിലിണ്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കതക് തുറക്കുന്നതും തലയിൽ ഗ്യാസ് സിലിണ്ടർ വീണ കിരണിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും. ശേഷം കുട്ടിച്ചൻ ഫ്യൂസ് കുത്തി കറണ്ട് വരുമ്പോൾ ഷൈനി ഇഴഞ്ഞിഴഞ്ഞു വന്ന് കുട്ടിച്ചന്റെ കാലിൽ പിടിക്കുന്നു. അയാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെങ്കിലും കുട്ടിച്ചൻ ഒരുവിധം അവളെ തലക്കടിച്ച് തള്ളിയിടും. ശേഷം അതുവരെ വായിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് കുട്ടിച്ചൻ കതക് തുറക്കുമ്പോഴേക്കും അയാൾ പുറത്തേക്ക് വീണുപോകുന്നു. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. പോലീസ് ജീപ്പും ഇതിനോടകം അവിടെ എത്തിയിരുന്നു. ശേഷം അവിടേക്ക് വരുന്ന മെഡിക്കൽ ടീമും പോലീസുകാരും ചേർന്ന് സ്ട്രെച്ചറിൽ ഷൈനിയെയും കിരണിന്റെയും സമന്തിന്റെയും ബോഡിയും പുറത്തേക്കെടുക്കുന്നു. നേരം വെളുത്തതുകൊണ്ട് തന്നെ അപ്പോഴേക്കും റെജിയും അവിടെ എത്തിയിരുന്നു. അമ്മച്ചിയുടെ കാര്യങ്ങൾ നീ നോക്കിക്കോണം, ബാക്കിയുള്ളവരുടെ കാര്യം ദൈവം നോക്കിക്കോളുമെന്ന് കുട്ടിച്ചൻ റെജിയോട് പറയുമ്പോഴേക്കും സ്ട്രെച്ചറിൽ കുട്ടിച്ചനെ ആംബുലൻസിലേക്ക് കയറ്റും. ശേഷം അകത്ത് കയറി നോക്കുന്ന റെജി വീടാകെ തകർന്നു കിടക്കുന്നതും അമ്മച്ചി മരിച്ചു കിടക്കുന്നതും കണ്ട് അമ്പരന്ന് നിൽക്കുന്നു. ശേഷം അമ്മച്ചിയുടെ മുറിയിൽ നിന്നും ആദ്യത്തെ സീനിൽ കണ്ടതുപോലെ പുറത്തേക്കുള്ള ഓവിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നു. അങ്ങനെ ആ സീൻ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും.